وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയുടെ 65-ാമത്തെ ആയത്തിന്റെ വാക്കാർത്ഥങ്ങളും അർത്ഥവുമൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇവിടെ അല്ലാഹു പറഞ്ഞത്? വലഖദ് അലിംതുമുൽ ലദീന അഅ്തദൂ മിൻകും ഫിസ് സബ്ത്. നിങ്ങളിൽ നിന്ന് സബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. ഇവിടെ അള്ളാഹുവിന്റെ ഈ ചോദ്യത്തിൽ പരാമർശിച്ച സബത്ത് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഏതാനും വിഷയങ്ങൾ പഠിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമുക്കറിയാം, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമാക്കിയ ഒരു മഹത്തായ ദിവസമാണ്. അന്ന് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ധാരാളം ശ്രേഷ്ഠതകൾ ഉള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് പ്രത്യേകമായ കർമ്മങ്ങൾ മുസ്ലിമുകൾ അനുഷ്ഠിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഈ ശനിയാഴ്ച ദിവസം. അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജോലികളിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചില പ്രത്യേക അനുഷ്ഠാന കർമ്മങ്ങൾ ഈ ദിവസത്തിൽ ആചരിക്കണമെന്ന് പ്രത്യേകമായി അവരോട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ആചരണത്തിനാണ് യഹൂദികൾ സാങ്കേതികമായി സബത്ത് എന്ന് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേക ആചരണം നിശ്ചയിക്കപ്പെട്ട ശനിയാഴ്ച ദിവസത്തിന് യൗമുസ് സബത്ത് എന്ന് പിന്നീട് പറയപ്പെട്ടു. ഇന്ന് നമുക്ക് കാണാൻ കഴിയും, ലോകത്ത് ഇന്ന് യഹൂദികൾ ഈ ശബ്ബത്ത് ആചരിച്ചു വരുന്നത് ആഴ്ചയിലെ അവസാന ദിവസമായ ശനിയാഴ്ചയാണ്. എന്നാൽ ആ യഹൂദികളിൽ നിന്ന് തെറ്റിപ്പോയ ക്രിസ്ത്യാനികൾ അവർ ഇത് ആചരിക്കുന്നത് അത് ആഴ്ചയിലെ 1-ാമത്തെ ദിവസമായ ഞായറാഴ്ചയാണ്. എന്നാൽ ക്രൈസ്തവരിൽ തന്നെയുള്ള സെവൻത് ഡേ ചർച്ചിന്റെ ആളുകൾ, ഇങ്ങനെയൊരു വിഭാഗമുണ്ട്, സെവൻത് ഡേ ചർച്ചിന്റെ ആളുകൾ, അവർ ശനിയാഴ്ച ദിവസമാണ് ആചരിക്കപ്പെടേണ്ട ദിവസമായിട്ട് കരുതുന്നത്. സബത്ത് ആചരിക്കേണ്ടത് അത് ശനിയാഴ്ച ദിവസമാണ് എന്നാണ് അവർ പറയുന്നത്. അവർ ഈ വിഷയത്തിൽ പൊതുവിൽ ഇന്ന് ക്രൈസ്തവർ സ്വീകരിച്ച നിലപാടിൽ നിന്ന് വേറിട്ട ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസങ്ങളുടെ എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അനിൽ ജുമഅത്തി മൻ കാന ഖബ്ലനാ. വെള്ളിയാഴ്ചയുടെ കാര്യത്തിൽ നമുക്ക് മുമ്പുള്ള ജനവിഭാഗങ്ങളെ അള്ളാഹു തെറ്റിച്ചു കളഞ്ഞു. ഫകാന ലിയഹൂദി യൗമുസ് സബ്ത് വകാന ലിന്നസാറ യൗമുൽ അഹദ്. യഹൂദികൾ ശനിയാഴ്ചയും നസ്വാറാക്കൾ ഞായറാഴ്ചയും തിരഞ്ഞെടുത്തു. ഫജാ അല്ലാഹു ബിനാ ഫഹദാനാ ലിയൗമിൽ ജുമഅ. അള്ളാഹു നമ്മെ നിയോഗിക്കുകയും വെള്ളിയാഴ്ച കൊണ്ട് സന്മാർഗം നൽകുകയും ചെയ്തു. ഫജഅലൽ ജുമഅത വസ്സബ്ത വൽ അഹദ. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി തുടർച്ച നിശ്ചയിക്കപ്പെട്ടു. അപ്രകാരം തന്നെ അവർ പരലോകത്തും നമ്മുടെ പിന്നാലെയാണ് ഉണ്ടാവുക. നാം ഈ ലോകത്തിൽ അവസാനം വന്നവരാണ്, എന്നാൽ അന്ത്യനാളിൽ ഒന്നാമതായി എത്തുന്നവരുമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, ശനിയാഴ്ച ദിവസം ശ്രേഷ്ഠമായി തിരഞ്ഞെടുത്തത് അത് യഹൂദികളാണ്, ഞായറാഴ്ച ദിവസം തിരഞ്ഞെടുത്തത് അത് നസ്വാറാക്കളാണ്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം, ആ ദിവസത്തിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്, അതിൽ നിങ്ങൾക്ക് നന്മയുണ്ട്, അതിലൊരു സമയമുണ്ട്. ആരെങ്കിലും ആ സമയം ഉപയോഗപ്പെടുത്തി തന്റെ റബ്ബിനോട് ദുആ ചെയ്താൽ അവന് ഉത്തരം ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ ധാരാളം ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, യഹൂദികൾ അവർ തെരഞ്ഞെടുത്തത് ശനിയാഴ്ച ദിവസമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നത്. നിങ്ങൾ നോക്കൂ, നേരത്തെ സൂചിപ്പിച്ച, ഇവിടെ എടുത്തു പറഞ്ഞ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ആ ഹദീസിന് ശറഅ് നൽകിക്കൊണ്ട് മഹാനായ ഇമാം നവവി റഹിമഹുല്ല, അദ്ദേഹം ഖാദി ഇയാദ് റഹിമഹുല്ല പറഞ്ഞതായി ഈ ഹദീസ് വിശദീകരിക്കുകയാണ്.
ഏത് ഹദീസ്? യഹൂദികൾ ശനിയാഴ്ചയും നസ്വാറാക്കൾ ഞായറാഴ്ചയും തിരഞ്ഞെടുത്തു, അള്ളാഹു നമ്മെ നിയോഗിക്കുകയും വെള്ളിയാഴ്ച കൊണ്ട് സന്മാർഗം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞ ആ ഹദീസ്. ഈ ഹദീസിന്റെ പ്രത്യക്ഷത്തിലുള്ള താല്പര്യം വെള്ളിയാഴ്ച ദിവസം ആദരിക്കപ്പെടുവാൻ ചില സൂചനകളിലൂടെ മുൻകഴിഞ്ഞ സമൂഹങ്ങളും കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ്. എന്നാൽ അതവർക്ക് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. അതവരുടെ യുക്തിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ ആ കൽപ്പന ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ അള്ളാഹു അവരെ അതിലേക്ക്, അതായത് ആ വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് വഴി നടത്തിയില്ല. എന്നാൽ ഈ ഉമ്മത്തിന്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അവരുടെ യുക്തിക്ക് വിട്ടുകൊടുക്കാതെ അള്ളാഹു അത് വ്യക്തമായി കൽപ്പിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. വെള്ളിയാഴ്ച ഒരു ശ്രേഷ്ഠ ദിവസമായി ആചരിക്കുവാൻ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയെ ഉപദേശിച്ചിരുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാണ്. അതിൽ പറയുന്നത്, ഇസ്രായേൽ ജനത മൂസാ നബി അലൈഹിസ്സലാമയുമായി തർക്കിക്കുകയും തങ്ങൾക്ക് ആചരിക്കുവാൻ ശനിയാഴ്ച ദിവസമാണ് ഉത്തമമെന്ന് വാദിക്കുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ. എങ്കിൽ പിന്നെ അപ്രകാരമായിക്കോട്ടെ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിയോട് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു എന്ന് ഇമാം നവവി റഹിമഹുല്ല പണ്ഡിതന്മാരിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് സഹോദരങ്ങളെ ഫകാന ലിയഹൂദി യൗമുസ് സബത്ത്, യഹൂദികൾ ശനിയാഴ്ച തിരഞ്ഞെടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇനി തുടർന്നും ഈ വിഷയം പറഞ്ഞതിന് ശേഷം ഖാദി ഇയാദ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറഞ്ഞത് ഇമാം നവവി റഹിമഹുല്ല ഉദ്ധരിക്കുകയാണ്, ഒരു വ്യക്തമായ കൽപ്പന ഈ വിഷയത്തിലുണ്ടായിരുന്നു എങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമയുമായുള്ള അവരുടെ തർക്കത്തിന് യാതൊരു ന്യായവും ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് അവർ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായി പ്രവർത്തിച്ചു എന്നായിരിക്കും മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് പറയപ്പെടുക. ഇക്കാര്യം എടുത്തുദ്ധരിച്ചതിന് ശേഷം ഇമാം നവവി റഹിമഹുല്ല പറയുകയാണ്, ഒരു പക്ഷേ അവർക്ക് വെള്ളിയാഴ്ച ദിവസം ഒരു വിശിഷ്ട ദിവസമായി ആചരിക്കാനുള്ള വ്യക്തമായ നിർദ്ദേശം തന്നെ ഉണ്ടായിരിക്കാം. എന്നാൽ അവർ ആ കൽപ്പന സ്വീകരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തിലേക്ക് ആചരണം മാറ്റിവെക്കണോ എന്നതിൽ അവർ തർക്കിക്കുകയാകും ചെയ്തിട്ടുള്ളത് എന്ന്. അങ്ങനെ അവർ വെള്ളിയാഴ്ച ദിവസത്തിന് പകരം ശനിയാഴ്ച തിരഞ്ഞെടുക്കുകയും എന്നിട്ട് ആ വിഷയത്തിൽ ബഹുദൂരം വഴിപിഴക്കുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ ഇമാം നവവി റഹിമഹുല്ല ഈ ഹദീസ് മുമ്പിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ യഹൂദികൾക്ക് ശനിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സ്വീകരിച്ച മാർഗങ്ങളായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഏതായാലും യഹൂദികൾ തിരഞ്ഞെടുത്ത ആ ശനിയാഴ്ച ദിവസത്തിന്റെ വിഷയത്തിലും അവർ വഴിപിഴക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് പഠിക്കുന്ന ആയത്തിൽ ചോദിച്ചത്, വലഖദ് അലിംതുമുൽ ലദീന ഇഅ്തദൗ മിൻകും ഫിസ് സബത്ത്, നിങ്ങളിൽ നിന്ന് സബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. അപ്പോൾ ഇനി ഇസ്രായേൽ ജനത ശനിയാഴ്ച ദിവസം ചെയ്ത ആ അതിക്രമം അത് എന്തായിരുന്നു എന്ന് നമുക്ക് പഠിക്കണം. അവർ സ്വയം തിരഞ്ഞെടുത്ത ഈ സബത്ത് ദിവസത്തിന്റെ വിഷയത്തിൽ അവർ എന്തു തെറ്റു ചെയ്തു എന്നാണ്, വഴിപിഴച്ചു പോയത് എന്തുകൊണ്ടാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.